അഭിഷേകമുള്ളവന് വിരോധമായി ശത്രു എഴുന്നേൽക്കും, എന്നാൽ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, നീ ഒരു ദർശനമുള്ള വ്യക്തിയാണോ? ഈ പകൽക്കാലം നിന്റെ കുടുംബത്തിനോ, നിന്റെ ചാർച്ചക്കാർക്കോ, നിന്റെ ചുറ്റുപാടിനോ നിന്നെ തോൽപ്പിക്കാൻ കഴിയാവോ? നിന്നെ വിടിവിച്ചു മാനിക്കുന്ന, ആദരിക്കുന്ന ഒരു നല്ല ദൈവം ഈ പകൽക്കാലമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഒരു ദൈവമേതല്ലോ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ സ്വർഗത്തിലെ അപ്പച്ചന്റെ വിടുതലോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കൊണ്ട് ഇടിയെ തരുന്നതോ. അതുകൊണ്ട് ആ ഫറവോൻ ഇപ്രകാരം വിളിച്ചു പറയാൻ ഇടിയെ തരുന്നു, ആമേൻ, ഞാൻ സിംഹാസനം കൊണ്ട് വലിയവനാ. ആമേൻ, എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ഞാൻ സിംഹാസനം കൊണ്ട് മാത്രം വലിയവൻ, നിന്റെ അത്ര കഴിവോ നിന്റെ അത്ര പ്രാപ്തിയോ ഒന്നും എനിക്കില്ല എന്ന് ഒരു ഫറവോൻ സ്വയം സമ്മതിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആമേൻ, നിന്റെ വാക്ക് മുഴുവൻ ഇനി എൻ്റെ ജനം കേൾക്കുമെന്നോ. ആമേൻ, ദൈവമക്കളെ, ഈ പകൽക്കാലം ഒന്ന് ഓർത്തു നോക്ക. ഫറവോൻ ആമേൻ തന്നെ ജോസഫിന്റെ മുമ്പിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടിയായി തറന്നെങ്കിൽ അവൻ കണ്ട ദർശനത്തിന്റെ പൂർത്തീകരണം ഇവിടെ സാധ്യമാക്കാൻ ഇടിയായി തരുന്നത് ദൈവജനം ഓർത്തോ. നമുക്ക് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല, ആർക്കും എടുത്ത് കളയാൻ കഴിയത്തില്ല. ദൈവം അതിൻ്റെ നടുവിൽ ഇറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ആമേൻ വാഗ്ദത്തം ഈ പകൽക്കാലം ഈ തിരുവചനം ഏറ്റെടുക്കുക. സ്വർഗം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.